നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ കസ്മൈ യേന വിഭാസിതോയം അതുലോ ജ്ഞാനപ്രദീപഃ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തതാത്മനാദ ഭഗവദ്രാതായ കാരുണ്യത തച്ഛുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. തൻ്റെ ജീവിതത്തിൽ ഇനി 7 നാൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നറിഞ്ഞ പരീക്ഷിത് രാജാവ് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഗംഗയുടെ തീരത്ത് എത്തപ്പെട്ടു. ജ്ഞാനം വേണമെന്ന് മനസ്സിൽ തോന്നിയപ്പോൾ തന്നെ യദൃച്ഛയാ ഗുരു അവിടെ എത്തപ്പെട്ടു. വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ വിദ്യയെ അർത്ഥിക്കുന്നവനാണ്. വിദ്യയ്ക്ക് വേണ്ടി നാം അർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ മുന്നിൽ ഗുരുക്കന്മാർ അഥവാ ഭഗവാൻ തന്നെ ഗുരുവിൻ്റെ വേഷത്തിൽ എത്തപ്പെടുന്നത്. വിശക്കുന്നവന് മാത്രമേ ആഹാരം കൊടുക്കാവൂ എന്ന് ഒരു ചൊല്ലുണ്ട്. കാരണം വിശപ്പില്ലാത്തവന് ആഹാരം കൊടുത്താൽ അവന് അതിൽ രുചിക്കുറവ് തോന്നും. ചിലപ്പോൾ അതവൻ കൊടുക്കുന്നവൻ്റെ തൻ്റെ തലയിലേക്ക് വലിച്ചെറിയും. പക്ഷേ വിശപ്പുള്ളവന് ആഹാരം കൊടുക്കുമ്പോൾ കയ്യിൽ നിന്ന് ഒരു വറ്റ് താഴെ വീണാൽ അത് അവൻ ആദ്യം എടുത്തുണ്ണും. അങ്ങനെ ജ്ഞാനത്തിന് വേണ്ടി അർത്ഥിച്ചപ്പോൾ മനസ്സിൽ ആശ തോന്നിയപ്പോൾ ഗുരു മുന്നിൽ വന്നു. ആ ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുകയാണ്, മരണം ആഗതമാകുന്ന സമയത്ത് എന്തു ചെയ്യണം? അതിന് മറുപടിയായി ശ്രീശുകൻ ഭഗവത് ധ്യാനത്തെ ഉപദേശിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 1 കണ്ടത്. ഇന്ന് 2-ാം അധ്യായം നമുക്ക് നോക്കാം. ശ്രീശുകൻ പറയുകയാണ്, സൃഷ്ടിക്ക് മുമ്പ് വിധാതാവ് ഭഗവാന്റെ വിരാട് രൂപത്തെ ധ്യാനിച്ച് തനിക്ക് മുമ്പെങ്ങോ നഷ്ടമായ സ്മൃതിയെ പുനരാർജിച്ചു. വേദങ്ങൾ ഒരുവൻ്റെ ബുദ്ധിയെ ആത്മീയമെന്നതുപോലെ തന്നെ സ്വർഗീയ സുഖങ്ങൾക്കും പിന്നാലെ പായിക്കുവാൻ വളരെ സമർത്ഥമാണ്. കോവിതരായ ജീവന്മാർ പോലും ആ അല്പസൗഭാഗ്യം തേടി അലഞ്ഞുതിരിയുന്നു. പക്ഷേ വാസ്തവികമായ യാതൊരു സുഖവും അവർക്കതുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ സദ്ഗുണ സമ്പന്നരായുള്ളവർ നാമരൂപങ്ങളായുള്ള ഈ പ്രപഞ്ചത്തിൽ അവശ്യം വേണ്ട കാര്യങ്ങൾക്കൊഴിച്ച് മറ്റൊന്നിനും വേണ്ടി പ്രയത്നിക്കേണ്ടതില്ല എന്ന് സാരം. അനാവശ്യമായുള്ളതിൻ്റെ പിന്നാലെയുള്ള ഓട്ടം തികച്ചും നിഷ്ഫലമായ കർമ്മമാണെന്ന് ബുദ്ധി കൊണ്ടറിഞ്ഞ് ഈ നാമരൂപങ്ങളിൽ നിന്ന് അവർ അകന്നു കഴിയണം. കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന ഭൂമിയുള്ളപ്പോൾ കിടക്കാൻ കട്ടിലെന്തിന്? സ്വന്തം കൈത്തണ്ടയുള്ളപ്പോൾ തലയിണയുടെ ആവശ്യമെന്ത്? അവനവൻ്റെ ഉള്ളംകൈ വെറുതെ ഇരിക്കുമ്പോൾ മറ്റ് ഭോജനപാത്രം എന്തു സുഖം തരാനാണ്? ദിക്കുകളും മരവുരിയുമുള്ളപ്പോൾ ഇവിടെ വസ്ത്രത്തിൻ്റെ പ്രയോജനമെന്ത്? അന്യർക്ക് വേണ്ടി നിലകൊള്ളുന്ന തരുക്കൾ ഇപ്പോൾ ഭിക്ഷ നൽകുന്ന വ്യവസ്ഥിതി നിർത്തിയോ? നദികളൊക്കെ വറ്റിവരണ്ടു പോയോ? ഗുഹകളൊക്കെ അടച്ചുപൂട്ടിയോ? അതോ ഭഗവാൻ ഈയിടെയായി തൻ്റെ ആശ്രിത വത്സലരെ മറന്നു തുടങ്ങിയോ? പിന്നെ എന്തിനാണ് ജ്ഞാനികൾ ഈ ധനധുർമ്മദാന്തന്മാരെ വാഴ്ത്തുന്നത്? ഈ സത്യത്തെ മനസ്സിലാക്കി ഏവരും സ്വന്തം ഹൃദയത്തിലിരിക്കുന്ന സർവശക്തനായ ഭഗവാനിൽ
ഭക്തി കൈക്കൊള്ളണം. കാരണം അനന്തനായ അവനെയാണ് പൂജിക്കേണ്ടത്. മാത്രമല്ല, അവനെ ആരാധിക്കുന്നത് വഴി ഒരുവൻ്റെ സംസാരബന്ധന ഹേതു ഉപരമിക്കപ്പെടുന്നു. കർമ്മബന്ധകാരകമായ വൈതരണിയിൽ പെട്ടുഴലുന്ന ജനകോടികളുടെ ദുഃഖത്തെ കണ്ടിട്ടും മൃഗതുല്യരായി ചിലർ വിരക്തിയെക്കുറിച്ചും മുക്തിയെക്കുറിച്ചും ചിന്തിക്കാതെ നാമരൂപങ്ങളായ ലൗകിക വിഷയങ്ങളിൽ മാത്രം തൽപരരാകുന്നു. എന്നാൽ വിവേകികളാകട്ടെ 4 തൃക്കൈകളിൽ യഥാക്രമം ശംഖം, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ച ഭഗവാന്റെ സംക്ഷിപ്ത രൂപത്തെ സ്വന്തം ഹൃദയത്തിൽ വച്ച് ആരാധിച്ച് എപ്പോഴും അവനെ ധ്യാനിക്കുന്നു. അവിടെ പ്രസന്നവദനനായി, താമരക്കണ്ണനായി, മഞ്ഞപ്പട്ടുടുത്ത് സ്ഫുരിക്കുന്ന മഹാരത്നങ്ങൾ ധരിച്ച് സ്വർണാഭരണ വിഭൂഷിതനായി കിരീട കുണ്ടലങ്ങളണിഞ്ഞ് അവൻ കുടികൊള്ളുന്നു. യോഗികൾ പോലും അവൻ്റെ പാദപല്ലവം ഹൃത്പത്മകർണികാലയത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നു. അവൻ്റെ വക്ഷസിൽ സദാ കൗസ്തുഭശ്രീ വിളങ്ങുന്നു. ആ തോളിൽ മറ്റു രത്നങ്ങളും തിളങ്ങുന്നുണ്ട്. കഴുത്തിൽ വനമാലയും ചാർത്തി, അരക്കെട്ടിൽ മുത്തരഞ്ഞാണമണിഞ്ഞ്, വിരലിൽ രത്നമോതിരമിട്ട്, കാലിൽ മുത്തുനൂപുരം കിലുക്കി, കയ്യിൽ കാഞ്ചന കങ്കണങ്ങളും ധരിച്ച്, നെറ്റിയിലൂടെ ഊർന്നിറങ്ങുന്ന നീലകുന്തളശോഭയോടും മൃദുഹാസത്തോടും അവൻ വദന മനോഹരനായി ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ഭുത മഹിമകളും ചിത്തം മയക്കുന്ന ആ മന്ദഹാസവുമൊക്കെ നിരന്തരം അവൻ്റെ ഐശ്വര്യത്തെ വിളിച്ചു കൂകിക്കൊണ്ടിരിക്കുന്നു. മനസ്സിൽ മറ്റൊന്നും കടന്നുകൂടാതെ ആവുന്നത്ര നേരം ഒരുവൻ അവനെ ധ്യാനിക്കണം. മനസ്സിനെ നിയന്ത്രിച്ച് ആ കാലടികളിൽ നിന്ന് തുടങ്ങി ക്രമേണ ഓരോരോ അംഗങ്ങളായി മുകളിലേക്കുയർന്ന് കണങ്കാലും തുടയും അരക്കെട്ടും വക്ഷസും കടന്ന് തിരുമുഖത്തെത്തി ആ അധരത്തിലൂടെ ഒഴുകുന്ന മന്ദസ്മിതാമൃതവും നുകർന്ന് ഒരുവൻ ആ ഭഗവാന്റെ പാദാദികേശത്തെ ധ്യാനിക്കണം. ഇഹത്തിൻ്റെയും പരത്തിൻ്റെയും ദൃഷ്ടാവായി മരുവുന്ന ഭഗവാനിൽ അചലമായ ഭക്തിയുണ്ടാകുന്നതുവരെ വിഷയി തൻ്റെ സ്വധർമാനുഷ്ഠാനത്തിന് ശേഷം ദിനാന്ത്യത്തിൽ ഹരിയുടെ ഈ രൂപത്തെ ഭക്തിയോടെ സ്മരിക്കണം. ഹേ രാജൻ, ശരീരമുപേക്ഷിക്കുന്ന വേളയിൽ ഒരുവൻ കാലത്തെയോ ദേശത്തെയോ പറ്റി ഉത്കണ്ഠയുണ്ടാകാതെ സുഖമായി ഒരിടത്തിരുന്ന് പ്രാണായാമം ചെയ്ത് ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കണം. പിന്നീട് യോഗി തൻ്റെ മനസ്സിനെ അമലമായ ബുദ്ധി കൊണ്ട് ക്ഷേത്രജ്ഞനിൽ ഉറപ്പിക്കണം. അതിനുശേഷം ക്ഷേത്രജ്ഞനായ ജീവനെ ഈ പരമാത്മാവിൽ ലയിപ്പിക്കണം. അങ്ങനെ ജീവൻ സകല കർമ്മങ്ങളും ഉപേക്ഷിച്ച് പരമാനന്ദത്തിൽ അലിഞ്ഞു ചേരുന്നു. ലബ്ധോപശാന്തി എന്ന ഈ അധ്യാത്മനിർവൃത്തി നേടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ജഗൽപാലകരായ ദേവതകളെപ്പോലും നിയന്ത്രിക്കുന്ന കാലത്തിന് പ്രവേശനമില്ല. അവിടെ സത്വരജസ്തമോ ഭേദങ്ങളില്ല, അഹങ്കാരമില്ല, മഹത്വമില്ല, പ്രകൃതിയുമില്ല. ജ്ഞാനികൾ വൈഷ്ണവ സമ്പത്തിനെ അറിയുന്നവരാണ്. ആയതിനാൽ അവർക്ക് മറ്റുള്ളതിനോട് നിസ്സംഗത പുലർത്താൻ കഴിയുന്നു. ആത്മാനന്ദിതരായ ഭാഗവതോത്തമന്മാർ യാതൊന്നിലും ഉത്കണ്ഠ ഉള്ളവരല്ല. പകരം അവർ സദാ ഭഗവത് പാദയുഗളത്തെ ഹൃദയത്തിൽ വച്ച് ആരാധിക്കുന്നു. ജ്ഞാനം നേടി ജീവൻ മുക്തരായ ഇവർക്ക് ഭൗതിക കാമങ്ങളിൽ നിന്ന് നിഷ്പ്രയാസം ഉപരമിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള യോഗികൾ പിന്നീട് ഗുദദ്വാരത്തെ ഉപ്പൂറ്റി കൊണ്ടടച്ച് പ്രാണനെ ഒന്നിൽ നിന്നും 6 സ്ഥാനങ്ങളിലൂടെ ചലിപ്പിച്ച് ഈ ശരീരത്തിൽ നിന്നും വിമുക്തമാക്കുന്നു. യോഗി യോഗാഭ്യാസത്തിലൂടെ ജീവനെ നാഭിയിൽ നിന്നും പതുക്കെ പതുക്കെ ഹൃദയത്തിലേക്ക് ഉയർത്തുന്നു. അവിടെ നിന്നും നെഞ്ചിലേക്കും പിന്നീട് താലുവിലേക്കും കുതിപ്പിക്കുന്നു. അനന്തരം താലുവിൽ നിന്ന് ഭ്രൂമധ്യത്തിലെത്തി മറ്റുള്ള 7 നിർഗമന മാർഗങ്ങളിൽ നിന്നും തടയപ്പെട്ട് ഈ ജീവൻ മൂർധാവിൽ കുറച്ചു നിമിഷം അന്ത്യമായി വിശ്രമിക്കുന്നു. ഇത് സ്വധാമഗമനത്തിനുള്ള പുറപ്പാടാണ്. ലൗകിക ആസക്തി പൂർണ്ണമായും അകന്ന ജീവന്മാർ ഈ ശരീരം വിട്ട് ആ പരമാത്മാവിൽ ലയിക്കാൻ പക്വമാകുന്നു. ഹേ രാജൻ, മറിച്ച് ഒരു ജീവൻ ബ്രഹ്മലോകപ്രാപ്തിക്കായോ അഷ്ടാംഗയോഗ സിദ്ധികൾക്കായോ മറ്റോ കാക്ഷിച്ചുകൊണ്ടാണ് ഈ യോഗമാർഗത്തെ അവലംബിക്കുന്നതെങ്കിൽ ആ യോഗി തൻ്റെ ആഗ്രഹനിവർത്തിക്കായി മനസ്സും ഇന്ദ്രിയങ്ങളും ഈ യാത്രയിൽ തൻ്റെയൊപ്പം കൂട്ടുന്നു. യോഗി താൻ ആർജിച്ച വിദ്യയുടെയും തപസ്സിൻ്റെയും യോഗത്തിൻ്റെയും ശക്തിയിൽ വായുവിലൂടെ ത്രൈലോക്യങ്ങളിൽ അകത്തും പുറത്തും ഒരുപോലെ സഞ്ചരിക്കുന്നു.
എന്നാൽ ഭൗതികവാദികളുടെ ഗതി ഭൗതിക ലോകത്തിനപ്പുറത്തേക്ക് നിയന്ത്രിതമാണ്. അല്ലയോ രാജൻ, സുഷുമ്നയിൽ നിന്ന് പുറപ്പെടുന്ന ഈ ജീവൻ ബ്രഹ്മലോകം പ്രാപിക്കുന്നതിനായി വിഹായസിലൂടെ ആദ്യം അഗ്നിദേവസ്ഥാനമായ വൈശാനരയിൽ എത്തുന്നു. അവിടെ അഗ്നിയിൽ പൂർണ്ണമായും ശുദ്ധമായി വീണ്ടും മുകളിലേക്ക് കുതിച്ച് ഹരിയെ പ്രാപിക്കാനായി ശിശുമാരമണ്ഡലത്തിലെത്തുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ നാഭിപ്രദേശമായ ഈ ശിശുമാര ലോകവും കടന്ന് വീണ്ടും മുകളിലേക്കുയരുന്ന യോഗി മാത്രമാണ് മഹർലോകത്തിലെത്തുന്നത്. കൽപ്പാന്തത്തിൽ അനന്തമുഖത്തു നിന്നും നിർഗമിക്കുന്ന അഗ്നിയിൽ സകല ലോകങ്ങളും ചുട്ടെരിഞ്ഞ് ചാമ്പലാകുന്ന ദൃശ്യം ഈ യോഗികൾ കണ്ടാനന്ദിക്കുന്നു. പിന്നീട് അവിടെ നിന്നും അവർ സിദ്ധേശ്വരന്മാർ മാത്രം സഞ്ചരിക്കുന്ന ദിവ്യമായ വ്യോമയാനത്തിൽ സത്യലോകത്തെ പ്രാപിക്കുന്നു. അവിടെ അവർ അത്യന്തം ദീർഘമായ ദ്വൈപരാർഥ്യകാലത്തോളം അഖണ്ഡ ആനന്ദത്തിൽ ആറാടുന്നു. അവിടെ സത്യലോകത്ത് ശോകവുമില്ല, ജരയുമില്ല, മരണവുമില്ല. അവിടെ വേദനകളില്ല, ഉത്കണ്ഠയില്ല. ആകെയുള്ളത് സംസാരസാഗരത്തിൽ കിടന്ന് ജന്മജന്മാന്തരങ്ങളായി ഉഴറുന്ന ജീവന്മാരെ പ്രതി ചിലപ്പോൾ തോന്നുന്ന കൃപയും കാരുണ്യവും മാത്രം. ഈ യോഗി സത്യലോകത്തിലെത്തിയതിനു ശേഷം വീണ്ടും തൻ്റെ പ്രയാണം തുടരുന്നു. വിശേഷിച്ച് ജലവും അഗ്നിയും ഭൂമിയും മറികടന്ന് ജാജ്വല്യമാനമായ വായുമണ്ഡലത്തിലെത്തി അവിടെ നിന്നും കാലാന്തരത്തിൽ ബ്രഹ്മപ്രാപ്തിക്ക് കൂടുതൽ യോഗ്യമാകുന്നു. അതിനു മുമ്പ് യോഗി വിവിധ ഇന്ദ്രിയങ്ങളുടെ വ്യത്യസ്ത വിഷയങ്ങളെ മറികടക്കുന്നു. മണത്തുകൊണ്ട് ഗന്ധവും, രുചിച്ചുകൊണ്ട് രസവും, കണ്ടുകൊണ്ട് ദൃശ്യങ്ങളും, തൊട്ടുകൊണ്ട് സ്പർശനവും, കേട്ടുകൊണ്ട് ശബ്ദവും, കർമ്മം ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളെയും പരിത്യജിച്ച് ഈ ഭക്തൻ വൈകുണ്ഠ പ്രാപ്തിയുടെ അടുത്ത പടിയിലെത്തിച്ചേരുന്നു. അവിടെ നിന്ന് യോഗി സ്ഥൂലവും സൂക്ഷ്മവുമായ ആവരണങ്ങളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അഹങ്കാര തത്വത്തിലേക്ക് കടക്കുന്നു. അവിടെ വച്ച് പ്രകൃതിജങ്ങളായ തമോ ഗുണവും രജോ ഗുണവും സമതുലിതമായ അവസ്ഥയിൽ ചേർത്ത് ഈ ഭക്തൻ സാത്വിക അഹങ്കാരത്തിലേക്ക് വരുന്നു. തുടർന്ന് ഈ സാത്വികാഹങ്കാരം മഹത്തത്വത്തിൽ ചേരുന്നു. അങ്ങനെ യോഗി ആത്മസാക്ഷാത്കാരത്തിൻ്റെ അവസാന പടിയിൽ എത്തിച്ചേരുന്നു. തീർത്തും പരിശുദ്ധമായ ഒരു ജീവന് മാത്രമേ ആനന്ദമയമായ ആ പരമാത്മബിന്ദുവിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഹേ രാജൻ, അവിടെ എത്തപ്പെടുന്ന ആരും പിന്നീട് ഭൗതിക ലോകത്തേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. അവർ വൈകുണ്ഠത്തിൽ ബ്രഹ്മബോധരായി നിത്യാനന്ദം നുകർന്നുകൊണ്ട് നിലകൊള്ളുന്നു. ഹേ മഹാരാജാവേ, അങ്ങയുടെ ഉചിതമായ ചോദ്യങ്ങൾക്ക് ഞാൻ തന്ന ഈ മറുപടികളെല്ലാം വേദോക്തങ്ങളാണ്. ഇത് വിധാതാവിൽ സന്തുഷ്ടനായി പണ്ട് ഭഗവാൻ വാസുദേവൻ ആ സൃഷ്ടികർത്താവിനരുളി ചെയ്ത ബ്രഹ്മവിദ്യയാണ്. ഭഗവാൻ വാസുദേവനിലുള്ള അചഞ്ചലമായ ഭക്തി ഒന്നല്ലാതെ തീരാത്ത സംസൃതിയിൽ അലഞ്ഞുതിരിയുന്ന ജീവന്മാർക്ക് മുക്തി ലഭിക്കുവാൻ ഇതിൽ പരം യാതൊന്നും തന്നെ ഇവിടെയില്ല. ഭഗവാൻ ശ്രീകൃഷ്ണനോളം നൈപുണ്യമായി ഇവിടെ യാതൊന്നും തന്നെ ഇല്ല എന്നുള്ള നിഗമനം സാക്ഷാൽ ബ്രഹ്മാവ് വേദങ്ങളെ 3 പ്രാവശ്യം പഠിച്ച് അതിവ്യാപ്തമായി നിരൂപണം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ധ്യാനഗമ്യമായി ഉടലെടുത്ത പരമസത്യമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ സകല ഭൂതങ്ങളിലും സ്വാത്മന കുടികൊള്ളുന്നുണ്ട്. ഈ മഹാസത്യത്തെ ബുദ്ധി കൊണ്ട് പരികൽപ്പന ചെയ്ത് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് അല്ലയോ രാജൻ, ഓരോ മനുഷ്യരും എവിടെയും എപ്പോഴും ആ ഹരിയെക്കുറിച്ച് കേൾക്കുകയും കീർത്തിക്കുകയും അവനെ സ്മരിക്കുകയും വേണം. ശ്രവണപ്പുഴം കൊണ്ട് അവൻ്റെ കഥാമൃതത്തെ നിറയെ കുടിക്കുന്ന പരമഭാഗവതന് തൻ്റെ വഴിപിഴച്ച ജീവിതത്തെ ശുദ്ധീകരിച്ച് ഹരിയുടെ ചരണസരോരുഹാന്തികത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ഇങ്ങനെ ശ്രീമദ് ഭാഗവതം 2ാം സ്കന്ധം 2ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.